ഷാലോൺ ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. MSMI സന്യാസിനി സഭാംഗമായ സിസ്റ്റർ കൊച്ചുത്രേസ്യ തൻ്റെ കർമ്മമേഖലയിൽ വ്യത്യസ്തയാണ്. കണ്ണൂർ ജില്ലയിലെ രത്നഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമായ വെള്ളവള്ളിയിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ മൂത്ത ആളായി ജനിച്ച സിസ്റ്റർ കൊച്ചുത്രേസ്യ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ സമർപ്പിത ദൈവവിളിയിലേക്ക് കടന്നു വന്നത്. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച് ഒരു മിഷണറിയായി സേവനം ചെയ്ത ഒരു കാലഘട്ടം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായ ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന സിസ്റ്റർ തൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്ററിന് വീണ്ടും സ്വാഗതം. മിഷൻ പ്രവർത്തനത്തിന് ശേഷം ആയുർവേദ ചികിത്സയിലേക്ക് കടക്കാനുള്ള കാരണത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 2000 ഞങ്ങളുടെ പ്രോവിൻസ് 2ആയിട്ട് തിരിഞ്ഞു. അതായത് മേരി മാതായും ക്രിസ്തു ജ്യോതിയും. അങ്ങനെ തിരിഞ്ഞപ്പോൾ ഞാൻ ഈ മാനന്തവാടിയിലേക്ക് പോരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതൊരു വലിയ ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അതങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. 2000 എന്നെ അപ്പോയിൻ്റ് ചെയ്തത് ഗൂഡല്ലൂർ ഏരിയയിലുള്ള തമിഴ്നാട് ഗൂഡല്ലൂർ ഏരിയയിലുള്ള ധർമ്മഗിരി എന്ന ഇടവകയിലേക്കാണ് അപ്പോയിൻ്റ് ചെയ്തത്. അവിടെ ഹൗസിൻ്റെ ചാർജും ഇടവക പ്രവർത്തനമായിരുന്നു എന്നെ ആദ്യം ഏൽപ്പിച്ച ജോലികൾ. അത് 6 മാസത്തോളം കൊണ്ട് എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യുകയും ജനങ്ങളുമായിട്ട് നല്ല പരിചയമാവുകയും ചെയ്തു. അങ്ങനെ പരിചയമായി എനിക്കൊരു വിൻസെൻ്റ് പോൾ സംഘടനയുടെ ചെറിയൊരു ചാർജും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടൊരു നല്ലൊരു ബന്ധമായതിനു ശേഷം അവരോട് ഞാൻ പറയുകയുണ്ടായി, എനിക്ക് ആയുർവേദ മെഡിസിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് താല്പര്യമായി. അങ്ങനെ ആയുർവേദത്തിൻ്റെ മെഡിസിനൊന്നും അവർക്കന്ന് കിട്ടാനായിട്ട് എളുപ്പമല്ലായിരുന്നു. അപ്പം അതിലേക്ക് അവർക്ക് താല്പര്യമായി. എന്നാൽ പിന്നെ നമ്മൾ ഒന്നിച്ച് ഈ സംരംഭം ആരംഭിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇതാദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇടവകയിലെ വികാരിച്ചൻ അതിനോട് സഹകരിച്ചു. ഫാദർ തോമസ് പരുന്തനോലിയ അച്ഛനാണ് അന്ന് അവിടെ വികാരിയായി ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ വന്ന് മെഡിസിനുണ്ടാക്കുന്ന സമയത്ത് വരികയും വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ അച്ഛൻ നടത്തുകയും ചെയ്തു. കമ്മ്യൂണിറ്റിയിലുള്ള സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഗൂഡല്ലൂരുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സും അതിനുവേണ്ടി സഹകരിച്ച് അവരെല്ലാവരും അന്ന് സന്നിഹിതരായിരുന്നു. ഈ മെഡിസിൻ ഞങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് അവരുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് ഞാൻ പിന്നീട് അവരിൽ നിന്നും ചോദിച്ച് അറിയുകയും അവർ അതിന് വളരെ താല്പര്യമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ ഈ മെഡിസിൻ കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് അവരാഗ്രഹിച്ചത് അവരിങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അപ്പോൾ ദൈവം കാണിച്ചു തരുന്ന ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രോഗികളെ പറഞ്ഞു വിടുകയും അവർക്ക് രോഗാനുസരണം മെഡിസിൻ ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ രോഗാനുസരണം മെഡിസിൻ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സഭയിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യലും മറ്റ് ടീം അംഗങ്ങൾക്കും എൻ്റെ ആ പ്രവർത്തനത്തോട് വളരെ താല്പര്യമായി. അങ്ങനെ താല്പര്യമായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കമ്മ്യൂണിറ്റിയായ കുന്നലാടിയിലേക്ക് മാറാനായിട്ടിടയായി. അവിടെ ഒരു
5 വർഷത്തോളം അവിടെ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ മെഡിസിൻ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കാലയളവിൽ വർഗീസിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ അവിടെ വരികയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഈ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കെട്ടിടം അവിടെ പണിത് തന്നു. ആ കെട്ടിടം വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വർഗീസൻ വരികയും അങ്ങനെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കിടത്തി ചികിത്സിക്കുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു എല്ലാവർക്കും കാണാൻ സാധിച്ചിരുന്നത്. BP കൊണ്ട് തളർന്നു പോയ രോഗികളൊക്കെ അന്ന് ഏറ്റ് നടന്ന് പോയിട്ടുണ്ട് ചികിത്സ കഴിഞ്ഞതിന് ശേഷം. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന്, ഈശോയുടെ കൈകളാൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ ആയുർവേദം? അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മെഡിസിൻ ഉണ്ടാക്കുന്നത് 1997 2 മാസത്തെ ഒരു കോഴ്സിന് എന്നെ പറഞ്ഞു വിട്ടിരുന്നു. അന്ന് മേരിമാതാ പ്രൊവിൻസിലായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം 2000 ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്ക് എൻ്റെ ഏഷ്യൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കോഴ്സിനായിട്ട് ബംഗ്ലാദേശിന് പോകാനായിട്ട് ഇടയായി. അങ്ങനെ അവിടെ ഒരു 2 ആഴ്ചത്തെ ക്ലാസ്സും ഒക്കെ സംബന്ധിച്ച് ഒരു സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അത് പ്രൊഫഷണലായി അവിടെ അയച്ചു. പ്രൊവിൻസിന് അങ്ങോട്ടുള്ള ചിലവൊക്കെ എടുത്ത് എനിക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് എന്നെ അങ്ങോട്ട് അയച്ച് പഠിപ്പിച്ചു. അതിനുശേഷം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നേഴ്സിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നേഴ്സിങ്ങിന് വേണ്ടി വിട്ടു. അത് ബത്തേരിയിൽ മീനങ്ങാടിയിലാണ് പഠിച്ചത്. പത്മനാഭ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് പഠിച്ചത്. അത് നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം കുറച്ചും കൂടി നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനും ഒക്കെ ആ സമയങ്ങളിൽ പഠിച്ചു. പ്രാർത്ഥനയും ഈ ആയുർവേദവും ഒന്നിച്ചു കൊണ്ടുപോകാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? രാവിലത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രാർത്ഥനയും ഒന്നിച്ചുള്ള ദിവ്യബലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി 1 മണിക്കൂർ ഞാൻ ചാപ്പലിൽ ചിലവഴിക്കും. കർത്താവിനോട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചോദിക്കുവാനും എല്ലാം ആയിട്ട്. അതിനുശേഷം പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോഴും വർക്കേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് മെഡിസിൻ ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ ആദ്യം അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ഞങ്ങൾ മെഡിസിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് കരുണയുടെ കൊണ്ട് ചെല്ലാറുണ്ട്. അല്ലെങ്കിൽ ജപമാലയുടെ പൂർണ്ണമായിട്ട് ചെല്ലിയിലെ നന്മ നിറഞ്ഞ മരമേ എന്ന പ്രാർത്ഥന ഞങ്ങൾ ചെല്ലിക്കൊണ്ടാണ് പലപ്പോഴും മെഡിസിൻ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തിരുന്നത്. ഇത്രയും ശുശ്രൂഷകൾ ചെയ്യുന്ന സിസ്റ്ററിൻ്റെ പേഴ്സണൽ പ്രെയർ ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? 1 മണിക്കൂർ ആരാധന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. 4 ജപമാല ചെല്ലാനായിട്ട് ഒരിക്കലും മുടക്കാറില്ല. കാരണം അത് പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഏത് കാര്യവും ഈശോയോട് ചോദിച്ചിട്ട് അതെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് മിക്കവാറും ചെയ്യാറുള്ളത്. പിന്നെ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുമ്പോഴും നമ്മളറിയാവുന്ന മരുന്നിൽ കവിഞ്ഞെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനി എന്തുകൂടി കൊടുക്കണമെന്ന് ഈശോയുടെ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ആൻസർ ഇന്ന മെഡിസിൻ ഇന്നതുപോലെ ചേർത്ത് കൊടുക്കുക എന്നൊക്കെ എനിക്ക് മനസ്സിലന്നേരം തോന്നിച്ചു തരികയും ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ മെഡിസിൻ നട്ടുപിടിപ്പിക്കൽ, അതായത് ചെടികളെ സ്വയമായിട്ട് ഞങ്ങൾ തന്നെ നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലമുണ്ട്. നട്ടുപിടിപ്പിച്ച് അത് പറിച്ചാണ് ഞങ്ങൾ കൂടുതലും മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കടകളിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് പറിച്ചെടുത്ത് ഉണ്ടാക്കുന്ന മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പേഷ്യൻസിനെ നോക്കി അവർക്ക് മെഡിസിൻ കൊടുക്കുന്നില്ല. അത് ഡോക്ടറാണ്. 3 ഡോക്ടേഴ്സ് ഇപ്പം വന്നതുകൊണ്ട് അവിടെയുള്ള ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 5 വർഷമാണ് ചെയ്യാൻ എനിക്ക് സാഹചര്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ രോഗസൗഖ്യം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് രോഗസൗഖ്യം കണ്ടിട്ടുണ്ട്. അത് മെഷീനിൽ വെച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ രോഗസൗഖ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ പലപ്പോഴും രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഹെർപ്പിസ് എന്ന രോഗവുമായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരുന്ന മെഡിസിൻ കൊടുത്ത് സുഖമായിട്ടുണ്ട്. അതിപ്പോഴും അതേ മെഡിസിൻ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈശോയോട് ചോദിച്ച്
ചോദിച്ചതാണ് ഏത് മെഡിസിൻ ഇതിലിരിക്കുന്നതിൽ ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടതെന്ന് ഈശോയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ നിന്ന് കൊടുക്കാൻ. അങ്ങനെ ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് ഇപ്പോഴും ഹോസ്പിറ്റലിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കുറേ നമ്മൾക്കറിയാവുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു കേട്ടും, പിന്നെ എൻ്റെ അമ്മ ഒരു ആയിരുന്നു, ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരുന്ന മെഡിസിനൊക്കെ എനിക്ക് പറഞ്ഞു തരികയും അതെല്ലാം നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൊള്ളലിനുള്ള പ്രത്യേക ചികിത്സ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അത് അമ്മ എനിക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ അത് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് പല മെഡിസിനും ചെടികളും എനിക്ക് പറഞ്ഞു തന്ന് അതിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്ന് ലഭിച്ച ആ ഒരു വലിയ അനുഗ്രഹം ഇപ്പം ഈ ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രത്യേകം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് കാണാനിടയായതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആണെങ്കിൽ അവിടെ കയറിപ്പോയി പ്രാർത്ഥിക്കും, മെഡിസിൻ ഉണ്ടാക്കുന്നത് കൂടാതെ. ആയുർവേദ രംഗത്ത് സിസ്റ്റർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡോക്ടർ വന്നു, ഡോക്ടർ ആനി സെബാസ്റ്റ്യൻ. സിസ്റ്റർ വന്നതോടുകൂടി സിസ്റ്റർ എന്നോട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പുൽപ്പള്ളിയിലേക്ക് വരാവോ എന്ന് ചോദിച്ചെന്നോട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുന്നലാടിയിലുള്ള അവിടുത്തെ പ്രവർത്തനം നിർത്തി പുൽപ്പള്ളിയിലേക്ക് എന്നെ ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫറായി. അങ്ങനെ ട്രാൻസ്ഫറായി പുൽപ്പള്ളിയിൽ വന്നു. അവിടെ ഒരു ചെറിയ ഭവനത്തിൽ മെഡിസിൻ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടറോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുൽപ്പള്ളിയിലാണ് ഞാൻ ഡോക്ടറിനോട് ചേർന്ന് രോഗികൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മെഡിസിൻ ഗാർഡൻ ഇതിനു വേണ്ടി തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ജോലി ചെയ്യാനായിട്ടുള്ള ജോലിക്കാർ എല്ലാവരും ഉണ്ട്. ഗാർഡൻ നോക്കാനും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻ ഉണ്ടാക്കുക, ഇതെല്ലാം ഞാൻ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ഇനി ഇടവക പ്രവർത്തനങ്ങളിലും ഞാൻ അതോടുകൂടി ശനി ഞായർ ദിവസങ്ങളിൽ ഇടവക പ്രവർത്തനങ്ങളിലേക്ക് പോകാറുണ്ട്. അതായത് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ അവരുടെ കൂട്ടത്തിൽ വിസിറ്റിന് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ മെഡിസിൻ പ്രിപ്പറേഷനിൽ ഇപ്പോൾ ഒരു നല്ലൊരു ഫാക്ടറി ആയിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുൽപ്പള്ളിയിൽ തന്നെ, അത് മരകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പണിയുന്നത്. അത് പണി പൂർത്തിയായി കഴിയുമ്പോൾ അതിനോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ചെയ്യാനായിട്ട് അവിടെ സഹകരിക്കുകയും ചെയ്യുന്നു. ഒരു സമർപ്പിത എന്ന നിലയിൽ സിസ്റ്ററിൻ്റെ ഈ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു? ഞാൻ സിസ്റ്ററായതിനു ശേഷമുള്ള എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ മെഡിസിൻ നമ്മൾ തയ്യാറാക്കുകയും അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഒത്തിരിയേറെ നന്മയുണ്ടാകുന്നുണ്ട്. അധികം പൈസയില്ലാതെ ഈ മരുന്ന് അവർക്ക് ഉപയോഗിക്കാനും രോഗസൗഖ്യമാകുവാനും അതുപോലെ തന്നെ രോഗം വരാതിരിക്കാൻ രോഗപ്രതിരോധ ശക്തിക്കുള്ള മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിക്കിൾ സെൽ അനീമിയയ്ക്കുള്ള മെഡിസിൻ നമ്മൾ തയ്യാറാക്കുകയും അതിന് വേണ്ടതായിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ആവശ്യമായിരിക്കുന്ന എല്ലാ മെഡിസിനും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ദിവ്യബലിയും നമ്മളുടെ ധ്യാനവും കൂടാതെ ഞങ്ങൾ 1 മണിക്കൂർ ആരാധന നടത്തിയതിന് ശേഷമാണ് ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒത്തിരി പണക്കാരല്ലാത്ത സാധാരണക്കാർക്ക് ഈ ആയുർവേദ മെഡിസിൻ കൊണ്ട് വലിയ ഉപകാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. രോഗം വരാതിരിക്കാനും, അതായത് പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് മെഡിസിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 രംഗത്തും പേഷ്യൻസ് അല്ലാത്തവർക്കും രോഗം വരാതിരിക്കാനും രോഗം വന്നവർക്ക് ചികിത്സിക്കാനും 2 രീതിയിലും അവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടെ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാർക്കും വളരെ സന്തോഷമായിട്ട്, അതേസമയം അവർക്ക് നല്ല താല്പര്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. അവരോടുള്ള സമീപനവും അവരോടുള്ള അവരൊത്തുള്ള ജോലിയും
അവരെ തനിച്ചൊരിക്കലും ആക്കാറില്ല. ഞാനും അവരുടെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒപ്പം ജോലി ചെയ്യുന്നത് കൊണ്ട് അവരും ഞാനും ഒന്നാണ് എന്നുള്ള ആ ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അവർ തന്നെയും അവർ പറയാറുണ്ട്, മറ്റുള്ളവരൊക്കെ വന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അവർ ഒരു നല്ല സ്നേഹവും ബഹുമാനവും സന്തോഷവും ഉണ്ട് അവർക്ക് വരാനും ജോലി ചെയ്യാനുമായിട്ട്. മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് 2 മെയിലും ഉണ്ട്, 2 ഫീമെയിലും ഉണ്ട്. രണ്ടു കൂട്ടരും വളരെ സന്തോഷമായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് അവർ 2 കൂട്ടരും വളരെ സന്തോഷമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അവർ മെഡിസിൻ നടുന്ന കാര്യത്തിലും നല്ല ഇതായിട്ട് പോകുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഉള്ളിൽ സന്തോഷമാണ് വന്ന് ജോലി ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ കൂടെയുള്ള ജോലിക്കാർക്കും നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായം പലപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്കും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാനും അവർ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, ഇന്നത്തെ തലമുറയിൽ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറും വ്യക്തിപരമായിട്ട് ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ദൂരെ നിന്നൊക്കെ പലപ്പോഴും ആൾക്കാർ വരികയും സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് ആൾക്കാർ വന്ന് ഒരു ദിവസത്തെയൊക്കെ ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ അവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2007 ഞങ്ങളുടെ ഹോസ്പിറ്റലിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ആയുർവേദ ഹോസ്പിറ്റൽ. അത് തുടങ്ങി സിസ്റ്ററിൻ്റെ സേവനങ്ങൾ സിസ്റ്റർ കൊച്ചുറേസ്യ ഇവിടെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ആവശ്യമായ എല്ലാ മരുന്നുകളും തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ 14 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് ഒരു 10, 20, 30, 40 രോഗികൾ ഇപ്പോൾ ഇത് ഔട്ട് പേഷ്യൻ്റായി വന്നു പോകുന്നുണ്ട്. ഇവരുടെ എല്ലാം ആവശ്യമായ മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ കൊച്ചുറേസ്യയാണ്. കൊച്ചുറേസ്യയുടെ നേതൃത്വത്തിൽ മരുന്നുണ്ടാക്കുകയും അത് ഇവിടുത്തെ ആശുപത്രിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതുതായി സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവർക്ക് വേണ്ടി എന്താണ് സിസ്റ്ററിന് ഉപദേശം കൊടുക്കാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രാർത്ഥനയോടുകൂടി ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും നമ്മൾക്ക് സന്തോഷം പകർന്നു തരില്ല. അത് നമുക്ക് ജീവിതത്തിൽ ആനന്ദവും ഉണ്ടാകുകയില്ല, അത് ഫലമണിയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ആശയം. കാരണം പ്രാർത്ഥന ഇല്ലാത്ത പ്രവർത്തനം ഒരിക്കലും ഫലമണിയുകയില്ല. പ്രവർത്തനം മാത്രമായാൽ അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. ദൈവവുമായിട്ടുള്ളൊരു വലിയൊരു ആത്മീയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ജോലിയും എപ്പോഴും സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് സമയപരിധിയോ കാലപരിധിയോ ഇല്ലാതെ നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സമയപരിധിയും കാലപരിധിയും നോക്കാതെ ചെയ്യേണ്ടത് കൊണ്ട് ഈ കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, യേശുവുമായിട്ടുള്ളൊരു ഗാഢബന്ധം. എന്ത് കാര്യവും ഒരു കുടുംബിനിയാണെങ്കിൽ അവൾ ഭർത്താവിനോട് ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ യേശുവിനോട് ചോദിക്കാനും യേശു അതുപോലെ തന്നെ മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുവാനും സാധിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് എൻ്റെ ജീവിതാനുഭവം അതാണ് പറയുന്നത്. ഞാൻ ഈശോയോട് ചോദിച്ചിട്ടാണ് പല കാര്യവും ചെയ്യാറുള്ളത്. കമ്മ്യൂണിറ്റിയിൽ ഒന്നിച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്തപ്പോൾ, അല്ലെങ്കിൽ പൊതുവേ ഉള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്തിരുന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിലും ചോദിച്ചിട്ടാണ് പോകുന്നത്, വേണോ വേണ്ടായോ എന്ന്. തടസ്സങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ കാരണം എന്നാണെന്ന് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയും ഈശോ അതിനുള്ള ആൻസർ എനിക്ക് തരാറുമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ ഈശോയുമായിട്ടുള്ളത്. അതുപോലെ ഒരു വ്യക്തിബന്ധം ഇന്ന് സിസ്റ്റേഴ്സ് ഈശോയുമായിട്ടുണ്ടെങ്കിൽ ജീവിതം വളരെ ധന്യമാകും, സന്തോഷമാകും, ഒരു വിശുദ്ധിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു വിശുദ്ധിയായി ജീവിക്കുക, സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്.
ആ ഒരു ലക്ഷ്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയും വിലപ്പെട്ട സമയം സിസ്റ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. സിസ്റ്ററിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. എൻ്റെ പേര് സിസ്റ്റർ മേഴ്സിലറ്റ്. ഞാൻ സിസ്റ്റർ കൊച്ചുത്രേസ്യ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറാണ്. സിസ്റ്ററിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. 2 വർഷമായി ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നു. സിസ്റ്റർ എനിക്ക് എന്നും ഒരു മാതൃകയാണ്. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, എളിമ, വിനയം, മറ്റുള്ളവരോട് ഇടപഴകുവാനുള്ള സിസ്റ്ററിൻ്റെ കഴിവ് എനിക്കേറെ പ്രചോദനമാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും പച്ചമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിൽ പോയി ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് മരുന്ന് ചെടികൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുമുണ്ടാക്കുന്ന മെഡിസിന് പുൽപ്പള്ളി വിമല മേരി ആയുർവേദ ഹോസ്പിറ്റലിലെ ആവശ്യമായ എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നു. അതുപോലെ സിസ്റ്ററിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള രോഗികൾക്ക് കൊടുക്കുന്ന മരുന്ന് അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുമുള്ള സിസ്റ്ററിൻ്റെ ജീവിതം അനേകായിരങ്ങൾക്ക്, സഭയ്ക്ക്, നാടിന്, സമൂഹത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുർവേദ മേഖലയിൽ സുസ്ഥിര സേവനം അനുഷ്ഠിക്കുന്ന സിസ്റ്റർ കൊച്ചുത്രേസ്യ MSമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്തയാഴ്ച മറ്റൊരു സമർപ്പിത ജീവിതത്തെ നമുക്ക് പരിചയപ്പെടാം. അതുവരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.